ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മക്കളെ കൊണ്ട് നമ്മുടെ ഓരോ സ്വപ്നങ്ങളും എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയറിൽ കുറച്ചും കൂടി പച്ച പിടിപ്പിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഗോൾസ് സെറ്റാക്കി വെക്കുക. മാസം കൊണ്ട് ഞാൻ ഇത്ര ലെവലിൽ എത്തും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഞാൻ പെർഫോമൻസ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് നോക്കാനുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടാവും. വിധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും അല്ലേ. ഒരു ഉമ്മയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അമ്മയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് അല്ലേ. മക്കൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അവരെ കുളിപ്പിക്കാൻ, അവനെ ഭക്ഷണം കൊടുക്കാൻ, അവരെ ഉറക്കാൻ, അവരെ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നത്. എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഒന്നിനും അയക്കൂല, അവൻ എപ്പോഴും ഫുൾ ടൈം എൻ്റെ കയ്യിലായിരിക്കും, ഒരു പണിക്കും അവന് സമ്മതിക്കില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കും. ഞാനും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് തന്നെയാണ് കേട്ടോ. അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനും. 8 മന്തായി ഇപ്പം എൻ്റെ മോൻക്ക്. എൻ്റെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അവൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഉറങ്ങുന്ന ടൈമിലൊക്കെ ഇക്കാരം, അല്ലെങ്കിൽ അവൻ എൻ്റെ കയ്യിലുണ്ടാവും. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. മക്കളുണ്ടായതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. അവർ വലുതാവട്ടെ എന്ന് നമ്മൾ പറഞ്ഞ് കാത്തു നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനും നടക്കൂല കേട്ടോ. അരമണിക്കൂർ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. പിന്നെയെന്ന് പറയാനുള്ളത്, നമ്മുടെ സമയത്തെ കൊല്ലുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ നശിപ്പിക്കുക മീൻസ് അത് അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കാനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ടി വി കാണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് അതിന് ഒന്ന് ലിമിറ്റ് വെച്ച് കാണാനായിട്ട് നോക്കുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സമയം പോകുന്നതേ അറിയില്ല. നിങ്ങളുടെ സമയത്തെ കൊല്ലുന്നത് അത് ഏതാണോ അതിനെ അങ്ങോട്ട് ചെയ്ത് കളയുക. പിന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആയിട്ട് ഇതൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ നടന്നെടുക്കുന്നത് എന്നുള്ള ചിന്ത ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള സമയം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. സമയം നമുക്ക് ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിക്കൂല. നമ്മളായിട്ട് സമയം കണ്ടെത്തുക, വേണ്ടി നമ്മൾ തന്നെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് നോക്കുക. ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അതിപ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക. കുട്ടികളുണ്ടായിട്ട് കുട്ടികൾ വലുതായിട്ട് ചെയ്യാം, ചെറിയ മോനൊന്ന് വലുതാകട്ടെ അല്ലെങ്കിൽ ചെറിയ മോളൊന്ന് വലുതാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന, ഒരു പക്ഷേ അവർ വലുതായി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷനൊക്കെ പോയിട്ടുണ്ടാവും. ഈ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ സെക്കൻഡ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റിച്ചിങ് ചെയ്യാൻ നിങ്ങൾക്ക് അതിയായിട്ടുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ലൊരു മെഷീൻ വേണം, നല്ല നല്ല പുതിയ പുതിയ തുണികൾ വേണം, നല്ല കത്രിക വേണം, ഒരുപാട് സാധനങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അതൊക്കെ ഉണ്ടായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ നമുക്കത് നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് വരില്ല. നമ്മുടെ കയ്യിലുള്ള തുണികൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുക. അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നോക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകുക. എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാലും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച് പോകുക. എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് കാശ് കൊടുത്തിട്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സും സാധനങ്ങളും വാങ്ങി പൂർത്തീകരിക്കാതെ ചെറിയ ചെറിയ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് തുടങ്ങുക. അതിനുവേണ്ടി മക്കൾ വളരാനായിട്ട് കാത്തു നിൽക്കാതിരിക്കുക. വളരുമ്പോൾ നമുക്കും പ്രായമായിട്ട് വരികയാണ്, മക്കളോടൊപ്പം വളരാൻ വേണ്ടി നമ്മളും ശ്രമിക്കുക.
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഏറെക്കുറെ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ പുതുതായിട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.